ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഓണസദ്യയ്ക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ നാവിന് നല്ല രുചി ഉണ്ടാകാൻ വേണ്ടിയിട്ടും നമുക്കിന്ന് ബീറ്റ്റൂട്ട് പച്ചടിയാണ് ഇന്നത്തെ ഓണ വിഭവം. 8ാമത്തതാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഒരു വലിയ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ അല്പം വലിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കഴിയുന്നതും കുക്കറിൽ തന്നെ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വെന്ത് വരില്ല. ബീറ്റ്റൂട്ടിന് കുറച്ച് വേവുണ്ടല്ലോ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ടിൽ വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചാലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് 1/2 കപ്പ് വെള്ളത്തിലേറെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ഒരല്പം, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2-3 ഇതൾ കറിവേപ്പില, കാന്താരി മുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ 2 കഷ്ണം ചെറിയ ഉള്ളിയിൽ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കതൊരു 7 വിസിൽ വരെ ഞാനത് വേവിക്കുന്നുണ്ടായിരുന്നു. ഈ ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ തുറന്നു നോക്കി. അപ്പോൾ വെള്ളം ഒരുപാട് ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് നല്ലതുപോലെ വെന്തിട്ടുമില്ല. അപ്പം നമുക്ക് ഈ വെള്ളം കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗ ഞാൻ ഓണാക്കി കൊടുത്തു. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഒരല്പസമയം, ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരാനായിട്ട്. അപ്പോൾ ബീറ്റ്റൂട്ട് ഇവിടെ വെന്തു എന്നേ ഉള്ളൂ, നല്ലതുപോലെ വെന്ത് ഉടച്ചെടുക്കാനായിട്ടില്ല. അപ്പം നമുക്കിതൊരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ഉടച്ചെടുക്കാം. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാകും. ഇത്രയും വിസിൽ അടിച്ചിട്ടും ഇത് വെന്തിട്ടില്ല. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ഫൈൻ പേസ്റ്റ് ആക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് നല്ല തരിതരിപ്പോടെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്കിതാണ് കുറച്ചുകൂടി സദ്യയ്ക്ക് വിളമ്പാനായിട്ട് ടേസ്റ്റും തോന്നിയിരിക്കുന്നതാണ്. അപ്പോൾ ഇനി അത് ഞാനവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായിയോ പാനോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മാത്രമേ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ട് അല്പം കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുത്തു. അതൊന്ന് ഫ്രൈ ആയി വന്ന സമയത്ത് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഞാനൊരല്പം കോരി മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് ഒന്ന് ചേർക്കാനായിട്ട്. ഇതെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ബീറ്റ്റൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലുള്ള ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വറ്റി വരട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ ബീറ്റ്റൂട്ട് പച്ചടി ചിലപ്പോൾ ഒന്ന് ഇലയിലൊക്കെ വയ്ക്കുമ്പോഴത്തേന് നീണ്ടു പോകും. അപ്പം ഒന്ന് ഒലിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഇതിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അത് പറ്റിപ്പോയിക്കോട്ടെ. ഇനി നമുക്ക് അരച്ചു കൊണ്ടുവന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊരു 2-3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ അരച്ചിട്ടുള്ള ഈ ജീരകം, തേങ്ങ, ഇതിൻ്റെ എല്ലാം പച്ച മണമൊക്കെ മാറിയിട്ട്, കാന്താരി മുളകിൻ്റെയൊക്കെ പച്ച മണമൊക്കെ നന്നായിട്ട് മാറി അരപ്പ് നല്ലപോലെ വെന്ത് വരണം. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ച് കടുക് എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുള്ളൂ. ഇതുപോലൊന്ന് നല്ലതുപോലെ ചതച്ച്, പൊടിച്ചിട്ടില്ല എങ്കിലും നല്ലതുപോലെ ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പിൻ്റെ കൂടെ എനിക്ക് കടുക് ഞാൻ അരയ്ക്കാറുണ്ട്, എങ്കിലും എനിക്ക് നല്ലതായിട്ട് തോന്നുന്ന ഇതാണ് കേട്ടോ. നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ, അരപ്പിൻ്റെ കൂടെ അരയ്ക്കുമ്പോൾ നല്ലതുപോലെ അങ്ങ് അരഞ്ഞു പോകും. അപ്പോൾ എനിക്ക് ഒരു കടുകിൻ്റെ ഒരു ടേസ്റ്റ് വല്ലാതെ തോന്നിക്കുമ്പോൾ തോന്നാറുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റായി ഇട്ടെങ്കിൽ ചിലപ്പോൾ ചില കടുകൊക്കെ അരയാതെയും കിടക്കും. എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഞാനിപ്പോൾ കാണിച്ചല്ലോ അതുപോലെ നമുക്ക് ചതച്ചെടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ വളരെ കുറച്ചുള്ളെങ്കിലും നമുക്ക് നല്ലതുപോലെ, കുറച്ചല്ലേ നമുക്ക് വേണ്ടൂ ഇതിന്, അത് നമുക്ക് ചതച്ചെടുക്കാനായിട്ട് എളുപ്പമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൈരും കൂടെ ഒക്കെ ചേർത്ത് കഴിയുമ്പം ഇത് കുറച്ച് ലൂസായി പോകും. അതുകൊണ്ട് മാക്സിമം വെള്ളം നമുക്കിതിന് വറ്റിച്ച് തന്നെ എടുക്കാം. നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പച്ച മണമൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. കുറച്ച് സമയം ഞാൻ ഇത് വറ്റിച്ചെടുത്തിട്ടുള്ളത്. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ള തൈരല്ല, എങ്കിലും വലിയ തെറ്റില്ലാത്ത പുളി ഉണ്ടായിരുന്നു. ഇത് 1 കപ്പുണ്ട്. ഇത് നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഞാൻ മിക്സിയിൽ ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ലൂസായി പോകും കേട്ടോ. അപ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. നല്ലവണ്ണം തണുത്തതിന് ശേഷം ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ, അതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിത് ചൂടാക്കുന്നില്ല കേട്ടോ, കാരണം ചെറിയ ചൂടുണ്ട്. ഞാൻ
ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്ന സമയത്തും ചെറിയ ചൂടുണ്ട്. ഇനി നമ്മൾ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. തൈരല്ലേ, പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ഒന്ന് ലൂസാകും ഇത്. പിന്നെ മൺചട്ടിയിലല്ല ഞാൻ വെക്കുന്നത്. മൺചട്ടിയിലായിരുന്നെങ്കിൽ അങ്ങനെ കുറച്ചും കൂടെ വറ്റി വന്നേനെ. അപ്പോൾ അങ്ങനെയും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിതിന് ചൂടാക്കുന്നില്ല. ഈ ഒരു ചെറിയ ചൂടിലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, കളർഫുള്ളായിട്ടല്ലേ, വൈറ്റും പിങ്കും എല്ലാം കൂടെ നല്ലൊരു ഷെയ്ഡല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് മാത്രമല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു, ബീറ്റ്റൂട്ടിൽ മാത്രം. പിന്നെ നമുക്ക് തൈരും അരപ്പും ഒക്കെ ചേർത്തു, അതിൻ്റെയൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഈ തൈര് എല്ലാ ഭാഗത്തേക്കും ആയിട്ട് വരട്ടെ. നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പും ഒക്കെ നല്ലതുപോലെ മിക്സ് ആകട്ടെ. സ്റ്റവ് ഓഫാണ്, ഞാൻ ഓണാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇനി ഞാൻ ഓണാക്കുന്നില്ല. ഇനി നമുക്ക് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, ഉപ്പോ പുളി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിവിടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വറവ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വറവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിഡിലം ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. വീണ്ടും മുമ്പോട്ടും നിങ്ങൾ നല്ല നല്ല കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം വിഭവം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വിഭവമായി വരാം. താങ്ക് യു.